അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, മുസ്ലിം ലോകം ഏറെ ആഹ്ലാദത്തോടു കൂടി പ്രതീക്ഷിക്കുകയാണ് വിശുദ്ധ റമളാനിനെ. ഓരോ കാലങ്ങളിലും സന്ദർഭങ്ങളിലും ലോകരക്ഷിതാവായ അള്ളാഹു മനുഷ്യ സമൂഹത്തിന് ചില കർമ്മങ്ങളും കടമകളും ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാലം യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുന്ന അതിമഹത്തായ ഒന്നാണ്. ഈ ഓരോ കാലവും മുഴുവൻ മനുഷ്യരെയും അടയാളപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ കാലം എന്ന നാമത്തിൽ ഒരധ്യായം നമുക്ക് വായിക്കാൻ കഴിയും. അത് ഓരോ കാലഘട്ടവും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജയാപജയത്തിന് ആ കാലം തെളിവും സാക്ഷിയുമാണ് എന്ന് അള്ളാഹു വെളിപ്പെടുത്തുന്നതാണ്. സർവശക്തനായ നാഥൻ കാലത്തെ സംവിധാനിച്ചിട്ടുള്ളതും വിധാനിച്ചിട്ടുള്ളതും മനുഷ്യർ അതിൽ ഓരോ സന്ദർഭങ്ങളെയും അതിനനുസൃതമായ കാര്യങ്ങൾ നിർവഹിക്കുക വഴി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ്. റമളാൻ മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് ചില പ്രത്യേകതകൾ വിധാനിക്കുന്നു. പകൽ നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുവാൻ സദാ ജാഗരൂകരാവുകയാണ് മുസ്ലിം ലോകം. സ്വന്തം ഇച്ഛകളെയും താൽപ്പര്യങ്ങളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒരു വേള ഭാവനകളെപ്പോലും നിയന്ത്രിക്കുവാൻ മനുഷ്യർ പ്രാപ്തമാവുന്നത് ഈ സന്ദർഭത്തിലാണ്. നല്ലത് ചിന്തിക്കുവാനും നല്ല വിചാരങ്ങൾ മനസ്സിൽ നിലനിർത്തുന്നതിനും സദ്ഭാവനകളിലൂടെ മസ്തിഷ്കത്തെ ശുദ്ധികലശം ചെയ്യുന്നതിനും മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാസമാണ് റമളാൻ. റമളാനിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ലോകത്തിന് വെളിച്ചമായി വിശുദ്ധ ഖുർആൻ എന്ന വേദം നൽകപ്പെട്ടു എന്നത്രേ. ഒരു വേദത്തിൻ്റെ അവതീർണതയ്ക്ക് സാക്ഷ്യം വഹിച്ച സന്ദർഭം എന്ന നിലയിലും സമയം എന്ന നിലയിലും ഈ മാസവും ഇതിലെ സമയങ്ങളും ധന്യമാണ്. ലോകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാരിലൂടെ അള്ളാഹു അവൻ്റെ മഹത് വചനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേദങ്ങൾ എന്ന നിലയിൽ മാലോകർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ നൽകപ്പെട്ട വേദങ്ങളിൽ സുപ്രസിദ്ധമാണ് തോറയുടെ നിയമങ്ങൾ എന്ന തൗറാത്തും പുതിയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഞ്ചീലും അതേ നിലയിൽ തന്നെ ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ട സബൂർ എന്ന ഗ്രന്ഥവും. നാലാം വേദം എന്ന നിലയിലാണ് വിശുദ്ധ ഖുർആൻ അറിയപ്പെടുന്നത്. വേദങ്ങളുടെ ഒരു പൊതു താൽപ്പര്യം സർവ്വവേദങ്ങളും അഖില മനുഷ്യരെയും ഒരേ അവസ്ഥയിൽ കാണുകയും അവരോട് സംവദിക്കുകയും ചെയ്യുന്നു എന്നതാണ് വേദങ്ങളുടെ ഒരു സവിശേഷത. ഖുർആൻ അതിൽ നാലാമത്തെ വേദമാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ അനുചരരെ നാലാം വേദത്തിൻ്റെ ആളുകൾ എന്ന് അറിയപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്തു പോരാറുണ്ട്. വേദങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യരോടാണ് എന്ന് നാം മനസ്സിലാക്കിയല്ലോ. അതിൽ മനുഷ്യരിൽ വ്യത്യാസങ്ങൾ കൽപ്പിക്കാതെ മുഴുവൻ മനുഷ്യരെയും പ്രപഞ്ചനാഥനായ സർവേശ്വരൻ്റെ സൃഷ്ടികൾ എന്ന അടിസ്ഥാനത്തിൽ അവരുടെ നന്മകളെ മാത്രം ലാക്കാക്കി അവരുടെ ജീവിത വിജയം മാത്രം ലക്ഷ്യം വച്ച് അവരിൽ നന്മകൾ ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് സംസാരിക്കുന്ന സംഭാഷണങ്ങളാണ്. ഈ മാസം നമുക്ക് ആ സംഭാഷണങ്ങൾ കേൾക്കാം. ദൈവവചനങ്ങൾക്ക് നമുക്ക് കാതുകൊടുക്കാം. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിനുള്ള ഒരുക്കമായി ഈ റമളാനിൻ്റെ പ്രാരംഭ ദിവസമായ ഇന്ന് നാം ഒരുങ്ങുക എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.